ഹലോ നമസ്കാരം. അങ്ങനെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വടകര കൈനാട്ടിയിലാണുള്ളത്. ലോഡ് ഇറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ യാത്ര കഴിഞ്ഞ തിങ്കളാഴ്ച പോയതാണ്. മൈസൂർ പോയി. മൈസൂരിൽ നമ്മൾ വാടാനപ്പള്ളി ലോഡ് ഇറക്കി. അവിടുന്ന് നേരെ നമ്മൾ പൂനെക്ക് പോയി. പൂനെയിൽ നിന്ന് നേരെ വടകരക്ക് വന്നു. അപ്പോൾ നമ്മൾ മൈസൂരിൽ നിന്ന് വാടാനപ്പള്ളിക്ക് നമുക്ക് 41,250 റുപ്യ വാടക കൊടുത്ത്. പിന്നെ പെരുമ്പാവൂരിൽ നിന്ന് പൂനെയിലേക്ക് പോയി. അതിന് നമുക്ക് 58,400 രൂപ എത്തു. പിന്നെ നമ്മൾ അഹമ്മദ്നഗറിൽ നിന്ന് വടകരക്ക് വന്നു. ഈ ലോഡ് കൈനാട്ടിയിലേക്ക് വന്നു. ഇതിന് നമുക്ക് 1,08,000 രൂപ വാടകയാണ്. അങ്ങനെ ഏകദേശം മൊത്തം 2,08,000 രൂപയുടെ ഓട്ടം. നമുക്ക് 10ാമത്തെ ദിവസമാണ് ഇന്ന്. അതിൽ 2 ദിവസം നമുക്ക് ലീവ് പോയി. ക്രിസ്മസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം പോയി. ഏകദേശം 8 ദിവസത്തെ ഓട്ടം. ഇപ്പോൾ നമ്മൾ ഓടിയത് 2,08,000 റുപ്യക്ക് ഓടി 8 ദിവസം കൊണ്ട്. പിന്നെ അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും കാണി, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും. ഇപ്പോൾ ഞങ്ങൾ വടകര ഉണ്ട്, കൈനാട്ടിയിലുണ്ട്. കൈനാട്ടി പാലത്തിൻ്റെ ഹോട്ടലുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണി കേട്ടോ. കടന്നുറങ്ങല്ലേ വണ്ടി മാർക്ക് ചെയ്യാൻ സ്ഥലം, അതാണ് പ്രശ്നം. അതെ, വണ്ടി ഇറക്കി കഴിഞ്ഞാലേ വണ്ടി രീതിയില്ല. ബാങ്ക് വലിയ അടച്ചവിടെ. അത് കുറെ സ്ഥലം കിട്ടും, നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മള് എല്ലാപ്പൂരും ചുരമൊക്കെ കയറി കഴിഞ്ഞിങ്ങനെ പോകുന്നുണ്ടോ. എൻ്റെ ഈശ്വര, ഒരു കാടിളകി വരുന്നുണ്ടല്ലോ. മുളകാണി വരുന്നു. മുളകാണി പോകുന്നു. ഗുജറാത്തിൽ നിന്ന് വരുന്ന മുളകാണത്. ഈ സ്ഥലം നല്ല സ്റ്റൈല സ്ഥലമാണ്. നല്ല തണുപ്പാണ് ഇവിടെ. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഹുബ്ബളി ബൈപ്പാസിലാണുള്ളത്. സാധാരണ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് വീഡിയോ എടുക്കാറ്. ഇന്ന് നമ്മൾ ഇതിനങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ പൂന പിസോളിക്കാണ് ലോഡ്. അപ്പോൾ നമ്മൾ സാധാരണ കൽഗട്ടിയിൽ വഴി ബെൽഗാം അങ്ങനെ ധാർവാഡ് വഴിയെ പോവാറ്. ഇന്ന് നമ്മൾ ഇങ്ങനെ പോകുന്നത്. ഇതിൽ പോകുമ്പോൾ കുറച്ച് ടോളും ഇതൊക്കെ കുറവുണ്ട്. ഇവിടുന്ന് നമ്മളിനി നേരെ വീജാപ്പൂർ പോയി, വീജാപ്പൂരിൽ നിന്ന് നേരെ നമ്മൾ പന്ത്രാപൂർ വഴി അങ്ങനെ വേണം പൂനെക്ക് പോകാൻ. ഇപ്പം എല്ലാ വണ്ടികളും ഇങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മളൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇങ്ങോട്ട് ഇതിൽ തന്നെ സ്ഥിരമായിട്ട് വരല്. ഇന്ന് നമ്മൾ തല തിരിച്ച് അങ്ങോട്ടാണ് പോകുന്നത്. ആ പോകുന്ന വണ്ടി കണ്ണൂരുള്ള വണ്ടിയാണ്. അത് നാഗ്പൂരിക്കാണ് പോകുന്നത്. വിനീറാണ്. കണ്ണൂരിൽ നിന്ന് വിനീർ കയറ്റിട്ടോ. അപ്പോൾ ഇതാണ് ഹുബ്ബളി ബൈപ്പാസ്. ഇനി വരുന്ന അങ്ങോട്ട് കൃഷിയുടെ ലോകമാണ്. വെറും കൃഷി. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ഗ്രീസ് അടിക്കുന്ന സ്ഥലമാണ്. ഏകദേശം കേരള വണ്ടിയൊക്കെ ഇവിടെ തന്നെ അടിക്കല്. ഈ ചെക്കൻ്റെ ഒക്കെ തന്നെ അടിക്കല്. അപ്പോ അടിച്ചു കൊടുക്കാൻ. അടാ സ്റ്റാർ അച്ഛന്മാരോ. അങ്ങനെ നമ്മളെ ബീജാപ്പൂർ ഭാഗത്തൊരു പഞ്ചസാര കമ്പനി ഉണ്ട്. പഞ്ചസാര കമ്പനിയാണ് ഈ കാണുന്നത്. ഇപ്പോൾ കരിമ്പിൻ്റെ സീസണാണ്. കരിമ്പ് വണ്ടികളാണ് ഈ കിടക്കുന്നത്. ട്രാക്ടറുകൾ ഒരുപാടുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ ഇനി ഇവിടെ റോട്ടിൽ കൂടി നിറച്ച് ട്രാക്ടറേക്കാരം. എന്താ വെച്ചാൽ കരിമ്പിൻ്റെ സീസണായാൽ പിന്നെ ഈ റോട്ടിൽ ആക്സിഡൻറ്റ് കൂടും. ഇവര് സൈഡൊന്നും തരൂല. ഇവരൊരു നടുവ് കൂടി അങ്ങനെ ഒരു 8-10 അങ്ങനെ പോകും. അതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കുന്ന കരിമ്പ് വണ്ടിയാണ് കേട്ടോ. അവിടെ തുരേനെ കിടക്കുന്നുണ്ട്. ഇവിടുന്ന് കാണുന്നുണ്ട് വെച്ചാൽ ഫാക്ടറിയാണത്. പഞ്ചസാര ഫാക്ടറിയാണ്. അതിൻ്റെ പേരെന്താണെന്നറിയില്ല. കുറേ ട്രാക്ടർ ലോഡായിട്ട് പോലും, കുറേ ട്രാക്ടർ കാലിയിൽ പോയിരുന്നു. വേറെ എന്താ ഫാക്ടറിയാണ്.
അപ്പോൾ നമ്മൾ ഏകദേശം ബീജാപൂർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബീജാപൂർക്ക് ഇനി ഒരു 30 കിലോമീറ്റർ കൂടി നമുക്ക് പോവാണ്ട്. സമയം ഇങ്ങനെ 6:40 ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റാടിക്ക് തിരിയാനൊരു മടിയുണ്ടോ എന്നൊരു സംശയം. ഒരു അയഞ്ഞ 8:10 ഇങ്ങനെ പോവാണ് കാറ്റാടി. അവിടെ നിറച്ച് കാറ്റാടിയാണ് ബാക്ക്. അങ്ങനെ 20 ടണ്ണ് കരിമ്പ്, 20 മേലെ ഉണ്ടാവും എൻ്റെ അഭിപ്രായം. ഒരു വണ്ടി ഇങ്ങോട്ട് നിൽക്കണ്, ഒരു വണ്ടി ഇങ്ങോട്ട് നിൽക്കണ്. കരിമ്പുണ്ടാട്ടുകാരെ കൊണ്ടൊരു കന്നിമാസം എത്രങ്ങാനും തരും. ചേരട്ട പോണ മാതിരി ഡബിൾ ട്രക്കും വെച്ചാണ് ഇങ്ങനെ പോവാണ്. നമ്മളിപ്പോൾ പട്ടാസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പട്ടാസിന് ഓരോ ഫാക്ടറികളാണിത്. ഭയങ്കര ഫാക്ടറിയാണ്. കപ്പലുകൾ വന്ന് നിൽക്കണ മാതിരി തോന്നുന്നുണ്ട്. ഭയങ്കര തിരക്കായിരിക്കും നേരായാലും. ഇപ്പോൾ സമയം രാത്രി 3 മണിയായി. രാവിലെ 6 മണിക്ക് ബോംബെ എത്തേണ്ട വാഹനങ്ങളാണ് ഈ പോണതൊക്കെ. അങ്ങനെ നമ്മൾ പുലർച്ച 4 മണിക്ക് ഇവിടെ പിസോളി എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. റോട്ടിലല്ല, റോഡിൻ്റെ അവിടുന്ന് ഉള്ളിലേക്ക് 1.5 കിലോമീറ്റർ പോന്നിട്ട് വലിയ ഗോഡൗണുകളുണ്ട് അവിടെയാണ്. അപ്പോൾ നമ്മൾ പിസോളിയിലാണുള്ളത്. ലോഡ് ഇറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, ഇറക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പായ കഴിക്കണം. അപ്പോൾ ഇവിടെയാണ് ഇപ്പം നമ്മളുള്ളത്. വെറും ഗോഡൗണുകളാണിത് ഫുള്ള്. അപ്പോൾ നമ്മൾ പായൊക്കെ കഴിച്ചു കൊടുക്കട്ടെ. പണിക്കാർ വന്നിട്ടില്ല. ഇപ്പോൾ വലിയ നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. അപ്പോൾ പായ കഴിച്ചല്ല അലവിക്കുട്ടിയാ പായ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫുഡ് നെയ്ച്ചോറും ചിക്കൻ കടായിയാണ്. ചിക്കൻ കടായി ഉണ്ടാക്കാൻ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. അരി വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. ഉള്ളി, തക്കാളി, പച്ചമുളക് ഉണ്ട്. പട്ട, പൂവ്, പിന്നെ നമ്മൾ RKGൻ്റെ നെയ്യ് എല്ലാം ഉണ്ട്. ചട്ടി ചൂടായി തുടങ്ങി. ഇനി നമ്മൾ നെയ്ച്ചോറാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. ഇന്നുണ്ടാക്കല്ലേ വാപ്പോ അൽവിയ? അപ്പോൾ നമ്മൾ ലേശം നെയ്യെല്ലാം പാർന്നു. അപ്പോൾ നമ്മളെ നെയ്ച്ചോറിൻ്റെ 1ാം ഘട്ടം ആദ്യം പട്ട, പൂവെല്ലാം ഇട്ടു. പിന്നെ കുറച്ച് വല്യുള്ളി ഇട്ടു. ഒക്കെ കുറച്ചിട്ടെടുത്തു കേട്ടോ. നമ്മൾ ഹോട്ടലിലോ കച്ചവടത്തിനോ അല്ലെങ്കിൽ സ്റ്റൈലിനൊന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ എല്ലാം ആവശ്യത്തിന്. അപ്പോൾ നമ്മളെ 1ാം ഘട്ടമായ ഉള്ളി വാട്ടി പട്ട, പൂവ്, ഏലക്കായൊക്കെ ഇട്ടു. അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ ഷോ കൂട്ടുന്ന ഐറ്റംസുകളൊന്നുമില്ല. അപ്പോൾ അതായി. ഇനി ഇതിലേക്ക് വെള്ളം പാരണം. ഞങ്ങളതായ ഒരു സ്റ്റീൽ ഗ്ലാസ് ഉണ്ട്. അതിന് 3 ഗ്ലാസ് അരി എടുത്തിക്കണം. അപ്പോൾ 6 ഗ്ലാസ് വെള്ളം വേണം. അപ്പോൾ 6 ഗ്ലാസ് വേണ്ട. അപ്പോൾ ഇതിക്ക് ഒരു 5 ഗ്ലാസ് വെള്ളം പാർന്ന 5 ഗ്ലാസ്. 1 ഗ്ലാസ് വെള്ളം കുറച്ചിട്ട് ഇതിക്ക് പാർന്ന 5 ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ്സിന്. അപ്പോൾ കുക്ക് നമ്മളിങ്ങനെ അഭിപ്രായം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മളെ വെള്ളം തിളക്കണം. ഇനി നല്ല വെട്ടി തിളക്കണം. ഉപ്പ് ഇട്ടിട്ടുണ്ട്. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളത്തിൽ 5 ഗ്ലാസ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട്. വാപ്പോ അരിട്ടാ ഹെൽപ്പർ പിസോളിയിലാണ് ഇറങ്ങാം. അപ്പോൾ നമ്മൾ നെയ്ച്ചോറുകൾ അരി ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് തിളക്കണം. എല്ലാം ചെറിയ തീയിൽ കേട്ടോ. ചെറിയ തീ വെക്കുക. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളെ ബസുമതി അരിയാണിത്.
ജോക്കറാണിത്. ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹെൽപ്പർ ഒന്ന് ഇളക്കി കൊടുക്ക്. ഹെൽപ്പറാണെന്ന് പറഞ്ഞു കാണാൻ കുത്തതിൽ കാര്യമില്ലല്ലോ. പാപ്പുവാണ് നമ്മളെ ഹെൽപ്പർ കേട്ടോ. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചെറിയ തീയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അങ്ങനെ വെള്ളം പറ്റണം, പിന്നെ ദമ്മിടണം. അടുത്ത കഴിഞ്ഞാൽ നമ്മൾ കടായി ഉണ്ടാക്കണം, ചിക്കൻ കടായി. അപ്പോ എന്താ ഇപ്പൊ നമ്മളെ ചോറ് ആയല്ലോ, ചോറ് റെഡിയായല്ലോ. വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി മെല്ലെ പരത്തി നല്ലൊരു പ്ലേറ്റ് മാതിരി ആക്കി ചിത്രപ്പണി എടുത്താ ദമ്മാക്കി വെച്ചാ, എന്നിട്ട് നമുക്ക് ഇറക്കി വെക്കാം. പിന്നെ ഒരു 10 മിനിറ്റ് അതിൽ കടന്നാൽ ദമ്മ് കടന്നാൽ ചോറായിട്ടോ. അപ്പൊ ഒന്നും മുട്ടാത്ത ചോറ് കിട്ടും നമുക്ക്. ഇനി അടച്ച് വെച്ചുകാണ്ട് ഇറക്കി വെക്കാം. എന്നിട്ട് നമ്മളെ മറ്റേ കടായിക്കില്ലേ കുക്കർ കയറ്റി, ഇതിൽ കോഴിയല്ലേ, ഇനി മറ്റേ കുക്കർ എടുത്തോളാം. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കടായിയാണ്. ബാപ്പു സ്പെഷ്യൽ. ബാപ്പുവിൻ്റെ ചിക്കൻ കറിയാണ്. അങ്ങനെ നമ്മൾ ഇനി ചിക്കൻ കടായി ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ആദ്യം ഉള്ളി ഇടും. ആദ്യം വെളിച്ചെണ്ണ പാർന്നിട്ടുണ്ട്, ചൂടായി. ഇനി ഉള്ളി ഇടുകയാണ്. വലിയുള്ളി മാത്രം, ഉള്ളി മാത്രം ഇട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഉള്ളി വാടിയപ്പോൾ നമ്മൾ തക്കാളി പച്ചമുളക് ഇട്ടു. ഇപ്പോൾ ഉള്ളി തക്കാളി പച്ചമുളക് വെളിച്ചെണ്ണ. ഇനി നമ്മൾ കുറച്ച് ഇഞ്ചിൻ്റെ പേസ്റ്റ് ഒക്കെ ഇടണുണ്ട്, പിന്നെ പൊടികൾ ഇടാണ്ട്. ഒരു മിക്സ് മസാല ആയിട്ട് വേണം നമുക്ക് കോഴിയെ ഇടാൻ. അപ്പോൾ നമ്മളെ ഉള്ളി തക്കാളി എല്ലാം വാടി, ഉള്ളി തക്കാളിയൊക്കെ വാടി ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട്, 2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊരു സകലം ഗോൾഗറ്റ് ബ്രഷ് മാക്കണ മാതിരി തുള്ളി അതും ഇട്ട്. ഇനി ഇതൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ചിക്കൻ ഇടണം. അപ്പോൾ നമ്മളെ മസാലകൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കോഴി തീക്കാൻ ഇട്ടാം നമ്മളെ ചിക്കൻ. അത് ശരിഞ്ഞായി നന്നായിട്ട് ശരി. അതിൽ വെള്ളമില്ലല്ലോ. നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം കൂട്ടൂല കേട്ടോ. ഒരു ഇളക്കിക്കോ. നമ്മൾ വെള്ളം കൂട്ടാത്ത പരിപാടിയാണ്. കടായി എന്ന് പേരുള്ളൂ, ഇങ്ങനെ ഒരു കടായി ആണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വെള്ളം കൂട്ടൂല. ഇനി ഇതിൽ വെള്ളം പൊടിയും, ചെറിയൊരു പേസ്റ്റ് മാതിരി കാണും. നമുക്കത് ടേസ്റ്റിൽ കഴിക്കാം. അങ്ങനെ നമ്മളെ കടായി ഇനി വേവണം കേട്ടോ. അപ്പോൾ പച്ച ചിക്കനാണ്, ചിക്കൻ പൊട്ടിട്ടുള്ളൂ. ഇനി ഇത് വെന്ത് ആയിട്ട് വേണം. നമ്മളിതിൽ വെള്ളം പാരൂല കേട്ടോ, വെള്ളം കൂട്ടാത്ത കറിയാണ്. ആ ഉപ്പിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളെ കടായി ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു തുള്ളി വെള്ളം ഇതിൽ പാർന്നിട്ടില്ല കണ്ടോ. ഇപ്പം തന്നെ ഇതിൽ വെള്ളം പൊടിഞ്ഞ് ഒരു സകലം വെള്ളം ഇതിലില്ല, ഞാൻ പാർന്നിട്ടില്ല. ഇത് ചിക്കൻ്റെ ഉള്ളിയുടെ വെള്ളമാണ്. ഇനി ഇത് ഇതിൽ കിടന്ന് വേവണം. അപ്പോൾ നമുക്ക് വെന്ത് ചൂടാറിയ നല്ല ടേസ്റ്റിലായിരിക്കും. അങ്ങനെ നമ്മളെ കടായി റെഡി ആയിട്ടുണ്ട്. സ്റ്റവൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കടായി. കടായി കേടായിക്കണമെന്നില്ല, ഇനി കഴിച്ചു നോക്കിയാൽ അറിയാം. പാപ്പോ ഇത് ഉപ്പുണ്ടോ നോക്കാം, ഉപ്പ് അമ്മിണ്ടോ നോക്കാം, എന്താ നോക്കാം. പിന്നെ ഉണ്ടോ വാനില സെറ്റോ കമ്മി ഉണ്ടെങ്കിൽ സാറാ എന്നാ നിൽക്കാ അടിപൊളിയാ ചേങ്ങായെ. ഞാൻ ഉണ്ടാക്കിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. എന്നാ ഞാൻ നമ്മളെ ചോറടാ കയ്യിലൊന്നും കഴിക്കാം. ഈ കയ്യിൽ കഴുകിയിട്ടേ ഈ ചോറ് അടക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ നെയ്ച്ചോറും ചിക്കൻ കടായും ഏകദേശം ആയിട്ടുണ്ട്. വാപ്പുവോ നമ്മളെ ചോറ് എങ്ങനെ ഉണ്ട്? കണ്ട ഒന്നും മൊട്ടാതെയാണ് കിട്ടുന്നത്. അടിപൊളി ചോറ്. ഞാൻ പറയല്ല, വാപ്പു പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇനി നമ്മളെ കടായി ഇതാക്കണം, ചിക്കൻ കടായി. ഒരു തുള്ളി വെള്ളം നമ്മൾ ഇതിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ. അടിപൊളി ഇത് തിക്കാണ്. നീ ഇതിക്ക് കുറെ ഒരു ചെമ്പട്ടി വെള്ളം മാറുന്ന കാണ്ട് അതിന് 4 കോയിൻ്റെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മട്ടത്തിൽ ഉണ്ടാക്കുക. പിന്നെ ഇപ്പോൾ ഇതിക്ക് തക്കാളി സോസും മറ്റേതും മറിച്ചൊക്കെ വേണം. അതേമാതിരി ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരി പൊരിച്ച ഉള്ളി ക്യാരറ്റ് ഒന്നുമില്ല. ഇത് നമ്മൾ ലോറിയിലെ ഭക്ഷണമാണ്. നമ്മൾ ലൈവായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുക, ലൈവായിട്ട് നമ്മൾ തന്നെ കഴിക്കുക. അല്ല പോവാ ഒരു കേടും ഉണ്ടാവില്ല. ഇതിൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കുറഞ്ഞ നെയ്യ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം എന്താ നമ്മൾ കഴിക്കുക. അങ്ങനെ നമ്മളെ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞു.
നമ്മൾ കൊടുന്ന 952 പീസ് റെഡിയാണ്. അപ്പോൾ നമ്മൾ വാടക എല്ലാം കിട്ടി. നമ്മളിപ്പോൾ അവിടുന്ന് പോന്നു. ഇനി നമ്മൾ അഹമ്മദ് നഗർക്കാണ് പോകുന്നത്. അഹമ്മദ് നഗർക്ക് ഇവിടുന്ന് 130 കിലോമീറ്റർ 140 കിലോമീറ്ററോളം ഉണ്ട് കഷ്ടി. അപ്പോൾ നമ്മളിനി കാലി പോകണം. 140 കിലോമീറ്റർ കാലി പോകണം. ഇനി ഇങ്ങനെ ചാടി കളിച്ചിട്ട് ഇങ്ങനെ പോകണം. കാലി വണ്ടിയാണ് പോകുന്നത്. ലോഡ് വണ്ടിയാണെങ്കിൽ നമുക്ക് നല്ല സുഖമായിരുന്നു. ചാടിക്കളിയൊന്നും ഉണ്ടാവില്ല. അതായത് കുത്തിക്കുലുക്കം ഞങ്ങൾ ഭാഷയിലാട്ട പറയുന്നത്. കുത്തിക്കുലുക്കല്ലാതെ പോകേനും. ഇനി നമ്മൾ നല്ലോണം ഇറങ്ങാറാണ്. 140 കിലോമീറ്റർ വൈകുന്നേരമാവും. ഇപ്പോൾ സമയം 2 മണിയാവുന്നു. 1:30 കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഇറക്കി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ലോഡ് പറയുന്നുണ്ട്. അത് എറണാകുളം സൈഡിലേക്കാണ് ലോഡ് പറയുന്നത്. അപ്പോൾ ഞാനത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മലപ്പുറം സൈഡ് കിട്ടണം. നമുക്ക് നാട്ടിൽ പോയിട്ട് 1-2 ആവശ്യങ്ങളുണ്ട്. അത് കാരണം നമുക്ക് മലപ്പുറം സൈഡാണ് നമ്മൾ ലോഡ് നോക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഉള്ളി കയറ്റാണ് പോവും. ഉള്ളിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലോഡ്. അതേ ഇവിടുന്ന് ആവുകയുള്ളൂ. അപ്പോൾ നമ്മളിനി ഉള്ളി കയറ്റുന്ന വീഡിയോ കയറ്റി വരാം. അങ്ങനെ പൂര ഏകദേശം ഒരു ഭാഗത്താണിത്. പൂര പരന്ന് കിടക്കട്ടെ. ഒരുപാട് ദൂരമുണ്ട് പൂര. പൂര അങ്ങോട്ട് മുന്നിക്കാണ് ടൗണ്. ഇവിടെയൊക്കെ നോ എൻട്രി ആണ്. നമ്മളിപ്പോൾ ഈ പോണ ലൈനിൽ നോ എൻട്രി ഇല്ല. ഇത് ഇവിടുത്തെ ഗുഡ്സെറ്റാണിത്. സിമെന്റ് വണ്ടികളാണ് നിൽക്കുന്നത്. ഫുള്ള് സിമെന്റിന്റെ ഗുഡ്സെറ്റാണ്. നമ്മൾ പോകുന്ന ഈ സൈഡിൽ നോ എൻട്രി ഇല്ല. കുറച്ചുകൂടി മുന്നിലേക്ക് പോയാൽ നോ എൻട്രിയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിഞ്ഞു പോകും. സോളാപ്പൂർ റൂട്ടിലേക്ക് പോകും. ഇവിടെ പോലീസുകാരെ കൊണ്ടൊരു കന്നിമാസാണ്. 55 आया 55 आया ये माल पूरा अच्छा है. माल अच्छा है. ऊपर तो पूरा अपना माल है. सही माल है. റസിയ ഇന്നിവിടെ 32 വില, മാർക്കറ്റ് വില. അപ്പോൾ നാട്ടിൽ സെയിൽ ഇറക്കുമ്പോൾ ഒരു 40 റുപ്യേൻ്റെ അടുത്ത് വരും. 40 റുപ്യന്നെ. അതായത് ഇവിടെ മാർക്കറ്റ് വില പിന്നെ പോലെ കമ്മീഷനും കൊടുക്കണം. വണ്ടി വാടകയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നാട്ടിൽ 40 റുപ്യോളം ആവും ഇത് അവിടെ എത്താൻ. V8 വരും നമുക്ക്. അങ്ങനെ ഇപ്പോൾ സമയം രാത്രി 8 മണിയാണ്. ലോഡിങ് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇത് നമ്മളെ വണ്ടിയല്ല, ഇതൊരു മഹാരാഷ്ട്ര വണ്ടിയാണ്. നമ്മളെ വണ്ടി അവിടെ 4-5 അട്ടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. 2 വണ്ടി കയറ്റുന്നുണ്ട് ഒരു കൊപ്പം. ഒരു വണ്ടി കയറ്റാൻ പോയിക്കാണ്. അങ്ങനെ എല്ലാ മൂലയിലും എല്ലാ കസ്റ്റമേഴ്സിനും വണ്ടിൻ്റെ ഒക്കെ ലോഡ് കയറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. ഉള്ളിയാണ് ഉള്ളി ഒക്കെ ചെറിയ സൈസാണ്. സെക്കൻഡാണ് കയറ്റം. അപ്പോൾ നമ്മളത് ഏകദേശം ഒരു പകുതി മുക്കാലായി ലോഡ്. ഇനി കുറച്ചുകൂടി കയറ്റാണ്ട്. ഏകദേശം മാർക്കറ്റ് ഒതുങ്ങി. വണ്ടികളൊക്കെ ഏകദേശം കയറ്റി കഴിയാറായി. കുറേ വണ്ടി ഇനി വരാണ്ട് കാര്യമുണ്ട്. അപ്പോൾ അതങ്ങനെ കയറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. തിരക്കൊക്കെ പോകണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉള്ളി നാട്ടിലേക്ക് എത്തുന്നത്. ഓരോ പാർട്ടിക്ക് വിളിച്ച് കൊടുത്തയക്കും. കുറേ കമ്മീഷനയക്കും. ഇത് ഞങ്ങളുടെ ചെക്ക് പോസ്റ്റാണ്. എന്നിട്ട് 4 ബക്കറ്റ് കിട്ടിയിരിക്കണ്. അങ്ങനെ
ഇന്നലെ രാത്രി ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട് ലോഡെല്ലാം കയറ്റി പോകുന്നപ്പോൾ. ഉള്ളി കയറ്റി പോകുന്നതാണ്, വടകരക്കാണ് ഉള്ളി. ഇപ്പം നമ്മൾ വീജാപ്പൂർ മംഗൾവേട റൂട്ടിലാണുള്ളത്. ഏകദേശം ബീജാപ്പൂരിക്ക് എത്താനായി. നമുക്കൊരു 40 കിലോമീറ്റർ കൂടി പോയാൽ ബീജാപ്പൂരാണ്. രാവിലെ സമയം 7:40 നല്ല വെയിൽ രാവിലെ തന്നെ ഉണ്ട്. നല്ല തണുപ്പുണ്ട്, നല്ല വെയിൽ വരുന്നുണ്ട്. നമ്മളൊന്ന് മൂത്രയൊക്കെ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ നല്ല അടിപൊളി മുന്തിരി തോട്ടം അവിടെ. എന്നാൽ പിന്നെ അതൊന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇഷ്ടം പോലെ ഏക്കർ കണക്കിന് അങ്ങോട്ടും ഉണ്ട്. കണക്ക മുന്തിരി തോട്ടാണ്. മൂപ്പായില്ല, ചെറിയ കായ മുന്തിരിയാണിത്. മൂപ്പാവുന്നുള്ളൂ. ഓ പെരുമ്പുളി. രാപ്പാർക്ക മുന്തിരിത്തോപ്പിൽ. മുന്തിരിത്തോപ്പിൽ അങ്ങനെ ഏക്കറ കണക്കിന് മുന്തിരി കേട്ടോ. ഈ മുന്തിരിയൊക്കെ നമ്മളെ കേരളക്കാർ തിന്ന് തീർക്കണം. കേരളത്തിലാണ് അത് ഏറ്റവും കൂടുതൽ പോകുന്നത് മുന്തിരി. ഇതിലുകൾ ചെളുമ്പാണ്. ഒരു മാസം എന്തായാലും ആവും. അതൊക്കെ ഞാൻ നോൽമ്പിൻ്റെ പകുതിക്കൊക്കെ ആവുന്ന സാധനമാണ്. കഴിഞ്ഞ നോൽമ്പിന് ഞാൻ മുന്തിരി അടിക്കാനും വേറെ വണ്ടി പോയിനും. ഒരു ഫുള്ള് മുന്തിരിയിലൂടെയാണ്. അങ്ങനെ പോകണം. വലിയ തോട്ടം കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള തോട്ടം. നല്ല കായുണ്ട്. നല്ല നോട്ടുള്ള തോട്ടം തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയ കൊലകളാണ്. ഇത് നമ്മൾ ബീജാപ്പൂർക്ക് എത്തിയിട്ടില്ല. ബീജാപ്പൂരിൻ്റെ 30-40 കിലോമീറ്റർ ബാക്കിലാണ് ഇപ്പോൾ. സിംഗിൾ റോഡാണ്, പക്ഷെ നല്ല റോഡാണ്. നല്ല ഇറക്കമുണ്ട്, കയറ്റമുണ്ട്. അത്യാവശ്യം ചെറിയ ഇറക്കങ്ങളും ചെറിയ കയറ്റങ്ങളും. നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്സിഡൻറ്റ് ഒന്നും കാലെടുത്താലേ വണ്ടി അങ്ങനെ പോയിക്കോളും. നമ്മൾ പിന്നെ ന്യൂട്രടിക്കാലൊന്നും നിൽക്കലില്ല. ന്യൂട്രടിക്കലൊന്നുമില്ല. വണ്ടീൻ്റെ ഇഷ്ടത്തിന് എങ്ങനെ പോവാം. ഓവർ സ്പീഡ് വരുമ്പോൾ നമ്മൾ ചവിട്ടി ഒതുക്കും. ഒരു 60-70 വരെ നമ്മൾ പോവും. അതിൻ്റെ മേലക്ക് പോവില്ല. നമ്മളെല്ലാ വീഡിയോയിലും ഏകദേശം ഈ സ്ഥലം എടുത്താറുണ്ട്. ഇവിടെ എത്തുമ്പോൾ നല്ലൊരു വൈബാണ്. എത്ര ക്ഷീണിച്ച് വന്നാലും ഇതിൽ പോകുമ്പോൾ ഒരു എനർജിയാണ്. നല്ല തണുപ്പും വെയിലും ഉണ്ടാവില്ല. സംഗട്ടിക്കൊപ്പയാണ്. സംഗട്ടിക്കൊപ്പ. ഈ സ്ഥലത്തിൻ്റെ പേര് സംഗട്ടിക്കൊപ്പയാണ്. സമയം 4 മണിയായിട്ടുള്ളൂ. ഇരുട്ടായ മാതിരിയായി ഇപ്പം തന്നെ. ഈ ഫോറസ്റ്റ് കൂടി പോകുമ്പോൾ ഭയങ്കര ഒരു വെളിച്ചല്ല, നല്ല കൂളിങ്ങാണ്.
ദമ്മങ്കരിയാണ് ദമ്മങ്കരി. അങ്ങനെ നമ്മളിപ്പോൾ ലോഡ് കൊണ്ട് തിരിച്ച് മറ്റേ ചെറുവത്തൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. കാഞ്ഞങ്ങാട് നീലേശ്വരം എല്ലാം കഴിഞ്ഞു. ഇപ്പം ചെറുവത്തൂരാണ്. ഇവിടെയൊക്കെ ആകെ പണി നടക്കുകയാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ തോന്നുന്നുണ്ട്. പില്ലറൊക്കെ നാട്ടിനുള്ളൂ. ചെറുവത്തൂരാണ് ചെറുവത്തൂർ. ചെറുവത്തൂര് മലയൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സൈഡിലൊക്കെ കോൺക്രീറ്റ് അടിച്ചു കയറ്റുന്നുണ്ട്. മലൻ്റെ സൈഡൊക്കെ കോൺക്രീറ്റാണ് കാണുന്നത്. അത് ഇടിയാതെ ഇരിക്കാൻ വേണ്ടി കണ്ടി മഴ പെയ്ത് അങ്ങോട്ട് വരരുത്. അപ്പം ഇനി ഒരുപാട് ടൈമാവും. ഇവിടെയൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോൾ ഒരു കൊല്ലത്തിൻ്റെ മുകളിലാവും. 2026 നമുക്ക് അടിച്ചു പൊളിച്ച ഈ റൂട്ടിൽ. 2026 പിറന്നാൽ നല്ലൊരു സമ്മാനമാണ് കേരള ജനതയ്ക്ക് കേരള ഗവൺമെൻറ് കൊടുക്കുന്നത്. അപ്പോൾ ഏത് ഗവൺമെൻറ് ആയിരിക്കും നമുക്കറിയില്ല. ഏതായാലും 2026 ജനങ്ങളെ ഒരുവിധം ഈ റൂട്ടിലോടുന്ന വണ്ടിക്കാരുടെയും ജനങ്ങളുടെയും പിരാക്ക് കുറേ കുറയും. എല്ലാവരും പിരാകി കൊണ്ട് കിടപ്പത്തിൽ പോകുമ്പോൾ അതൊക്കെ ഇനി ശരിയാവും. ഈ ഒരു കൊല്ലം കൂടി എല്ലാവരും ഒന്ന് സഹിക്കും. പിന്നെ നമുക്ക് അടുത്ത കൊല്ലത്തിലൊക്കെ ശരിയാവും. 2026 നമുക്ക് അടിച്ചു പൊളിച്ചാം. ഇത് പാമ്പും കോണിയും കളിക്കാൻ കുറേ ആ ഭാഗത്ത് കൂടി കൂടുന്നുണ്ട്, കുറേ ഈ ഭാഗത്ത് കൂടി കൂടുന്നുണ്ട്. ഇതാണിപ്പോൾ അവസ്ഥ. അപ്പം നമ്മളെ പോലത്തെ ഒരു വലിയ വണ്ടി ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു മോട്ടോർ സൈക്കിളിന് കൂടി പോകാനുള്ള സ്ഥലമല്ല, ഒരു ബൈക്കിന് പോകാനുള്ള സ്ഥലമല്ല. പിന്നെ ഇത് കിലോമീറ്റർ കണക്കിനാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ബാക്കിൽ വരുന്ന വാഹനങ്ങൾ ഇങ്ങനെ പറഞ്ഞാണ് നിൽക്കും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല, അവർക്ക് പോകാനുള്ള ധൈര്യമല്ല. പോയാൽ സൈഡ് ക്ലാസ് പോവും. അപ്പോൾ അതൊക്കെയാണ് സംഭവം നടക്കുന്നത്. ഇത് കുറേ കിലോമീറ്റർ കണക്കിനാവുമ്പോൾ ബാക്കത്തെ വാഹനക്കാർക്ക് വാശിയായി. സൈഡ് തന്നില്ല, കൊടുത്തില്ല അറിഞ്ഞാണ്ട്. ഇത് ഗ്യാപ്പ് ഉണ്ടെങ്കിലല്ലേ ഇപ്പോൾ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ സൈഡ് കണ്ട ഫുള്ള് സ്ലാബാണ്. ഞാൻ ലോറും വണ്ടിയാണ്. ഞാനിപ്പോൾ സ്ലാബ് കൂടി കയറ്റിയാൽ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മളെപ്പോഴും വലത്തെ അങ്ങനെ നമ്മൾ മാഹിയിലാണ് ഇപ്പോൾ ഉള്ളത്. മാഹിയിലെത്തി ഡീസൽ അടിച്ചു കൊണ്ടിരിക്കുകയാണ്. മാഹി പമ്പാണിത്. അങ്ങനെ ന്യൂ ഇയർ ആയിട്ട് നമുക്ക് മാഹിക്കാർ അങ്ങനെ ഇപ്പോൾ മാഹിയിൽ ഡീസലിന് വില കൂടിയിട്ടുണ്ട്. 81.90 ഉണ്ടായിരുന്നത് ഇപ്പോൾ വില കൂടി. 86 പൈസേനു, ഇപ്പോൾ 90 പൈസയായി. ഇപ്പോൾ വീണ്ടും വില കൂടി. ഇപ്പോൾ നമുക്ക് ന്യൂ ഇയർ ആയിട്ടുള്ള ഗിഫ്റ്റാണിത്. 83.90 81.90 ഉള്ളത് 83.90. ഡെൻസിറ്റി 828 ഉള്ളൂ. 835 വേണം. ഡെൻസിറ്റി കിലോമീറ്റർ ഉള്ളൂ. മാഹി വടകര ഇറക്കേണ്ട സൈറ്റിക്ക് നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. കാരൊക്കെ ആകെ മാറാല കെട്ടിയ മാതിരിയായി, ലൂസ് ആയിക്കണൊക്കെ. അപ്പോൾ 16,000 റുപ്യേൻ്റെ ഡീസലായി. നമുക്കൊരു 28,000 രൂപ 27-28 ഉള്ളിൽ വരും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വില കേട്ടോ. 2 രൂപ നമുക്ക് ന്യൂ ഇയർ ആയിട്ട് ഗിഫ്റ്റ് കിട്ടി. വില കൂടിപ്പോയി. നമ്മൾ ഏകദേശം ഒരു 350 ലിറ്ററിൻ്റെ അടുത്ത് നമുക്ക് ഡീസൽ വരും. അപ്പോൾ എത്രയായി? 2 റുപ്യ കൂടിയാൽ 700 റുപ്യ കൂടി. 700 റുപ്യക്ക് വെറുതെ 10 ലിറ്റർ ഡീസൽ ഇട്ടിരും. അതിപ്പോൾ ഇല്ലാതായി. അങ്ങനെ 27 ചില്ലറയായി, 28 ചില്ലറയാവും. ഓ ആ മതി, മതിയാവും. 29,600 ബനെടുക്കാനാണ്. ആ ബില്ലൊക്കെ എടുത്തോ. അപ്പോൾ നമ്മളിതാ വടകര എത്തിയിട്ടുണ്ട്. ഈ ബസ്സൊക്കെ നിൽക്കണം അവിടെയാണ് നമുക്ക് ഇറക്കാനുള്ളത്. വണ്ടി മെയിൻ റോഡിൽ നിർത്തിയിരിക്കുകയാണ്. വേറൊരു വണ്ടി ഇറക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇറക്കാൻ. അപ്പോൾ
ഒരുപാട് ട്രെയിൻ പോകുന്നൊരു റൂട്ടാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വടകര കേട്ടോ, വടകര കൈനാട്ടിയിലാണുള്ളത്. അപ്പോൾ ഇത് നാദാപുരം, കുറ്റ്യാടി, തൊട്ടിൽപ്പാലം, മാനന്തവാടി പോണ റോഡാണ്. അപ്പോൾ അങ്ങോട്ട് പോയാൽ കോഴിക്കോട്, മറുപൊളിക്ക് പോയാൽ തലശ്ശേരി, അങ്ങോട്ട് മാഹി. അപ്പോൾ നമ്മളിപ്പോൾ വടകര കൈനാട്ടിക്കാണ് നമ്മളെ ലോഡ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വേറൊരു വണ്ടി ഉള്ളി ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിളിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളെ ലോഡ് ഇവിടെ ഇറക്കും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിവിടെ ഹൈവേൻ്റെ പണി നടക്കുന്ന ഒരു പാലത്തിൻ്റെ തോട്ടിലാണ് നിൽക്കുന്നത്. ചീറ്റപ്പുലി ഇതാ പോണ്, ചീറ്റപ്പുലി കോഴിക്കോട്. അപ്പോൾ ഇനി നമ്മൾ ലോഡ് ഇറക്കണം. ഇന്നും ചിലപ്പോൾ നാളെയും പാടായിട്ട് ഇറക്കുക. അവിടെ ഒരു വണ്ടി ഇന്നത്തെ ഓർഡർ ഫുള്ള് വണ്ടി ഇറക്കിയെന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി നമ്മൾ ലോഡെല്ലാം ഇറക്കട്ടെ. എന്താ വാപ്പോ സുഖമല്ല എനിക്ക്? എന്തായാലും ഇറുക്കത്തിലൊരു ഇരുത്തത്തിലൊരു ഇറുക്കം കാണുന്നുണ്ടല്ലോ. ബാത്റൂമിൽ പോണോ? എന്തായാലും ഒരു മൂഡൗട്ട്. അപ്പോൾ നമ്മളെ ഉള്ളി ഇതാണ്, ലോഡ് ഇതാണ്. പായ എന്നിട്ടുള്ള ഞങ്ങൾക്ക് കയറൊക്കെ കഴിക്കണം. വൈകുന്നേരം ആകുമ്പോൾ വേണം. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. നമ്മളെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. നമ്മളെ വീഡിയോ അടുത്ത ഇൻഷാ അല്ലാഹ് 2 ദിവസം കഴിഞ്ഞാൽ വരും. അപ്പോൾ ബൈ.